ജായോയ് എന്താണ് പരിപാടി? പൊസിഷനൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലോ, ഇരിപ്പിന്റെ പൊസിഷനൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലോ. എന്താണ് പരിപാടി? വലിയ ഗ്യാസൊക്കെ ആയിട്ട് ഹോട്ടൽ തുടങ്ങിയാ? ചെറിയ രീതിയിൽ ഒരു ഓർഡർ നമ്മൾ പിടിച്ചിരിക്കുവാണ്. ചിക്കൻ ബിരിയാണി പഞ്ചായത്ത് ഇല്ലേ? പഞ്ചായത്ത് വേണ്ടേ? അച്ചാത്തിയാണ് ഇതിന്റെ സകലമായ കൂട്ടുകൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അച്ചായൻ പറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കൂട്ടുകാരെ ആദ്യമായിട്ട് സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. 30 പേരുടെ ഒരു ബിരിയാണി ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് 30, 300, 300, 3000 അങ്ങനെ കൂടിക്കിട്ട് വരില്ല ചായോ? അപ്പം അതിനുള്ള തന്ത്രപ്പാടിലാണ്. അപ്പം അച്ചായൻ്റെ അച്ചാത്തിയുടെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ചിക്കൻ ബിരിയാണി ഇന്ന് തൊട്ട് ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ആദ്യം ഒരു 30 പേർക്കുള്ളതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ കൂടുതൽ ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം, സമീപിക്കാവുന്നതാണ്. മതിയല്ലോ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നു അല്ലേ? അപ്പോൾ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രം തുറക്കട്ടെ, അച്ചായൻ ചിലപ്പോൾ തിരിഞ്ഞു കൊടുക്കും. പിന്നെ ഒരു കാര്യം, അച്ചായന് ഭയങ്കര പേടിയാ ഗ്യാസ് എന്ന സംഭവം. വലിയ പേടിയാ, കണ്ണ് കണ്ടറിയാം, പേടിച്ചാണ്ടിരിക്കുക. നമ്മളൊക്കെ കുഞ്ഞുനാളോട്ട് ഗ്യാസിൽ കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അച്ചായനെ പുറകെ പിള്ളേരുണ്ടാണെങ്കിൽ ബലൂൺ പൊട്ടിച്ചെങ്കിൽ ഈ ജില്ല വിട്ട് ഓടിയാണ് അച്ചായൻ. അല്ല ചായോ? ചെറിയ പേടി. ഗ്യാസിനോടല്ല, പൊതുവെ എല്ലാത്തിനോടും പേടിയാണ്. വലിയ വിരോധം പറയുന്നേ ഉള്ളൂ. അന്നമ്മയാണെങ്കിൽ ഇവിടെ ചിക്കൻ കാലും കടിക്കാൻ വേണ്ടി റെഡിയാ നിൽക്കുക. അപ്പൊ കോരിക്കോ. മതി, മൊരിക്കണ ഡീപ്പായി പോവും, ഹാർഡായി പോവും. ഇത്ര മൊരിക്കരുത്. ഇൻസ്ട്രക്ഷൻ കൊടുത്തില്ലെങ്കിൽ അച്ചായന് ചെറിയ പാളിച്ചകൾ സംഭവിക്കും. പാളിച്ചകൾ വീഴ്ചകളായി പോകും. അച്ചായക്ക് വേണം അച്ചായന്റെ കൂടെ. ആദ്യത്തെ ബിരിയാണി സംഭവം പോലെ ഇത്രയല്ലേ ഉള്ളൂ. ചായ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പരിപാടി ആയിക്കോട്ടെ. ഞാൻ കൊടുത്ത് നല്ല ടേസ്റ്റൊക്കെ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ബാക്കി പുറകെ വരും. ബാക്കി എന്തൊക്കെയാണ് കാണിച്ചു തരാം. ചേർക്കുന്ന രഹസ്യ കൂട്ടുകളാണ് ഇതൊക്കെ. ഇത് നമ്മുടെ വെള്ളം നോക്കുമോ, പയ്യെ വെള്ള കസ്കസ്, ബദാം ഒരു കൈപ്പിടി, പിന്നെ ഒരു 50 ഗ്രാം നമ്മുടെ കശുവണ്ടി കുതിർത്തത്. ഇത് 3 അരയ്ക്കണം. പിന്നെ ഒരു അരമുറി തേങ്ങ. ഇത്രയും അരച്ചിട്ട് ചിക്കനിൽ ചേർത്ത് ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ബിരിയാണി കിട്ടും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ.